നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നേ ദിവസം ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചെയ്യേണ്ടിയിരുന്ന വീഡിയോയാണ്. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, ശബ്ദം തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ചെറുതായിട്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സദയം ക്ഷമിക്കുക. എന്തായാലും ഇത് ചെയ്യാതിരിക്കാൻ തരമില്ല. കാരണം നമ്മളുടെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ പേര് കാണുന്നുണ്ടെങ്കിൽ അത് ജയൻ സാറിനെ കുറിച്ചുള്ള വീഡിയോകളാണ്. ജയൻ സാർ ഈ അടുത്ത് ഒരു തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ശരപഞ്ചരമൊക്കെ, മീൻ, ശരപഞ്ചരം തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ റീമാസ്റ്റേർഡ് വേർഷൻസിൽ വരാനിരിക്കുകയാണ്. ഫെബ്രുവരി 14 മറ്റോ ശരപഞ്ചരം എന്ന ചിത്രം വരാനിരിക്കുന്നു എന്നുള്ള വാർത്തകൾ അറിഞ്ഞിട്ട് ഏതാനും നിമിഷങ്ങളായിട്ടുള്ളൂ. അങ്ങനെ ഒരു വീഡിയോയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇതാ പച്ചപ്പരിഷ്കാരി, നമ്മൾ കേട്ടിട്ടുള്ള ഒരു വലിയൊരു റാപ്പ് സോങ് ഉണ്ട്, തിരുമാലി എന്ന് പറഞ്ഞ ടീമിൻ്റെ ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഗാനം. അത് വീണ്ടും അത് ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അത് വീഡിയോയിലാണ് ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ തിരുമാലി യൂട്യൂബ് ചാനലിൽ വന്ന ആ ഒരു പച്ചപ്പരിഷ്കാരി, പച്ച മലയാളി, ഉഷ മുതലാളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ അടുത്തായിട്ട് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള, റീൽസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു സോങ് ഒന്ന് റിയാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ. വേറൊന്നുമല്ല, ജയൻ സാറിനെ കുറിച്ചുള്ള ഒരുപാട് റെഫറൻസുകൾ ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതി. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കാണുക. ഞാൻ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. ഒരു വട്ടം കണ്ടപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി. പക്ഷേ ഇന്നലത്തെ അവസ്ഥ ഇത്തിരി മോശമായിരുന്നു, ശാരീരികമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റാതിരുന്നത്. ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. വീഡിയോ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് റിയാക്ഷനിലേക്ക് നേരിട്ട് കിടക്കാം. തിരുമാലിയുടെ യൂട്യൂബ് ചാനലിൽ വന്ന പച്ചപ്പരിഷ്കാരി എന്ന ഒരു 80കളിലെ സിനിമ നമുക്കൊന്ന് ഗാനരൂപത്തിലൂടെ നമുക്കൊന്ന് കണ്ടു കളയാം. പച്ചപ്പരിഷ്കാരി. വരവാകും. Damn.
അപ്പോൾ വീഡിയോ കണ്ടു, വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ. ഞാൻ എടുത്തു പറയേണ്ടത് ജയൻ സാറിന് ഇവിടെ എത്ര റെഫറൻസ് വന്നു നിങ്ങൾ നോക്കിയാൽ. മെയിൻ സിനിമയിലത്തെ പോസ്റ്ററുകൾ നമ്മൾ കണ്ടു. മാത്രമല്ല ഈ പാട്ട് മൊത്തം തന്നെ തുടങ്ങുന്നത് തന്നെ ഉല്ലാസപൂത്തിരികൾ എന്നുള്ള ജയൻ്റെ ആ കിടിലൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജയൻ സാർ അഭിനയിച്ച പാട്ടുരംഗമല്ലെങ്കിൽ കൂടി ജയൻ സിനിമയിലത്തെ പാട്ടുരംഗമായതുകൊണ്ട് തന്നെ വളരെയധികം ആവേശം ജനിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ജയൻ ആരാധകരെ ഒരുപാട് ആവേശം ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കാലഘട്ടത്തിലത്തെ ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം. ഈ ഒരു കാലഘട്ടത്തിൽ ന്യൂജൻ പിള്ളേരുടെ പാട്ടാണ് ഇത് കേട്ടോ. ആ പാട്ടാണ് ഈ നിലയ്ക്ക് റീൽസിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പാട്ടിൻ്റെ തുടക്കം തന്നെ ജയൻ സാറിൻ്റെ റെഫറൻസാണ് നമ്മൾ കേൾക്കുന്നത്. അത് മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ തന്നെ പലരും ഇപ്പോൾ വീണ്ടും ജയൻ സാറിൻ്റെ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാർക്കോ സിനിമയുടെ ഇൻ്റർവ്യൂവിലൊക്കെ നമ്മുടെ ഉണ്ണിമുകുന്ദൻ പറയുന്നത് ഇങ്ങനെ ജയൻ സാറിനെ കുറിച്ച് പറയുന്നത് കേട്ടു. അതുപോലെ ഇതാ ഒരു അവസരം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ പച്ചപ്പരിഷ്കാരി എന്നുള്ള ഗാനത്തിലൂടെ ജയനൊരു ട്രിബ്യൂട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ് അവർ. കാരണം പഴയ സിനിമകളിലെ ജയൻ സിനിമകളിൽ തന്നെ പല രംഗങ്ങളെ തന്നെയാണ് അവരിവിടെ റീക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കള്ളുഷാപ്പിലത്തെ രംഗങ്ങളിലൊക്കെ ഒരുപാട് ജയൻ സിനിമകളിലെ റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ പോസ്റ്ററുകളുടെ രൂപത്തിലാണെന്ന് മാത്രമല്ല ശരപഞ്ചരത്തിലെ ജയൻ്റെ ആ ഒരു ലുക്കിൽ ഒരു പോത്തിനെ ഒഴിയുന്ന രീതിയിൽ വളരെ കോമിക്കലായിട്ട് ആ ഒരു നായകനെ ആൻ്റപ്പനെ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും തിരുമാലിയും കൂട്ടരും, പ്രത്യേകിച്ച് മെറിൻ ഫിലിപ്പ് ഉണ്ട്, പിന്നെ മറ്റേ ചെറുക്കൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഏതായാലും ഈ പറഞ്ഞ ആ 3 പേരും ഗംഭീരമായിട്ട് അവരുടെ റോളുകൾ എടുത്ത് വെച്ചിട്ട് കൂടെ സഹ അഭിനേതാക്കളും ഗംഭീരമായിട്ടൊരു സിനിമയുടെ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഇത് നൽകുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ജയൻ സാർ അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല മക്കളെ. ഈ കാലങ്ങൾ കടന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസക്തി കൂടുന്നതല്ലാതെ കുറയുന്നതില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ജയൻ സാറിനെ കുറിച്ചുള്ള ഈ ഒരു റെഫറൻസിന് പ്രത്യേകിച്ച് ഈ ടീമിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും സോറി പറയുകയാണ്. ശബ്ദത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.